നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CHRുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കേസ് പരാജയപ്പെട്ടാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കുണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ് ബോർഡ് സ്ഥാപിച്ചതിൽ നിന്നുള്ള സൂചനയെന്നും MP. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ മന്ത്രി OR കേളു നിർവഹിച്ചു. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന മന്ത്രി. കൊന്നത്തടിയിലെ ഏലക്ക തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന കോൺഗ്രസ് നേതാക്കൾ. കർഷകരുടെ പരാതി. കൊന്നത്തടി വെള്ളത്തൂവൽ അടിമാലി രാജാക്കാട് പഞ്ചായത്തുകളിലെ ഏലം കർഷകരിൽ നിന്നും അവധി വ്യാപാരത്തിന്റെ മറവിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ കോടികൾ തട്ടിയെടുത്തതായി. മണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി LDF അംഗങ്ങൾ. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഭരണസമിതിക്ക് വലിയ വീഴ്ചയുണ്ടായതായും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. CHRുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കേസ് പരാജയപ്പെട്ടാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കുണ്ടാകും. സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളിയും വസ്തുതാവിരുദ്ധമായ ഇടപെടലും അവസാനിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് സർക്കാർ വ്യക്തമാക്കണം. CHR ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് വനം, റവന്യൂ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കോടതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഒരേ തരത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് റവന്യൂ വകുപ്പ് ഒരു നിലപാട് പറയും, ഫോറസ്റ്റ് വകുപ്പ് മറ്റൊരു നിലപാട് പറയും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 2 ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമി CHRൻ്റെ പരിധിയിലാണ്. ആ വാദത്തോട് നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആ വാദത്തോട് യോജിച്ചാൽ ഇതിനകത്ത് പട്ടയം കൊടുത്തിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിക്കപ്പെടേണ്ടതായി വരും. പിന്നീട് റവന്യൂ വകുപ്പ് പറയുന്നത് 15,000-ലധികം ഏക്കർ ഭൂമി മാത്രമേ CHRനകത്ത് ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പല ഘട്ടങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വനംവകുപ്പിൻ്റെ വാദത്തോട് യോജിച്ചുകൊണ്ട് 2 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ള നിലയിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സർക്കാരിൻ്റെ നടപടികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് 2 തരത്തിലായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CHR കേസിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാരായിരിക്കും. അപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി സർക്കാരിൻ്റെ നയം അത് വളരെ കൃത്യതയുള്ളതും ജനപക്ഷത്ത് നിൽക്കുന്നതുമായിരിക്കണം എന്നുള്ളതാണ്. സർക്കാർ ഇക്കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ കുടിയേറ്റ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാർഡമം ഹിൽ റിസർവിന് പുറത്താണ് 15,720 ഏക്കർ വനഭൂമി ഉള്ളതെന്ന് വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ. വണ്ടൻമേട്ടിൽ ചേർന്ന അസോസിയേഷൻ യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രസിഡന്റ് ജോയിച്ചൻ കണ്ണമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് യോഗം നടന്നത്. 15,720 ഏക്കർ വനഭൂമി കാർഡമം ഹിൽ റിസർവിന് ഉള്ളിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി അസോസിയേഷൻ പ്രസിഡന്റ് ജോയിച്ചൻ കണ്ണമുണ്ടയിൽ പറഞ്ഞു. കാർഡമം ഹിൽ റിസർവിൽ ആണ് ഈ 15,720 ഏക്കർ വനഭൂമി ഉള്ളതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഗൂഢലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല. ഈ 15,720 ഏക്കർ വനഭൂമി ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ എല്ലാം ചേർന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഒരു 10-50,000 ഏക്കറോളം സ്ഥലം നമ്മുടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം പോവും. ബെവർസോണും ഒക്കെ വന്നു കഴിയുമ്പം ഒരു 50,000 ഏക്കറോളം സ്ഥലം നമുക്കിതിനകത്ത് നഷ്ടപ്പെടും. അപ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും? അങ്ങനെ വരുത്തി തീർത്താൽ കർഷകർക്ക്
50,000 ഏക്കറോളം കൃഷിയിടം നഷ്ടമാകും. CHRുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലുള്ള കേസ് വാദം തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരും വനം വകുപ്പും റവന്യൂ വകുപ്പും യോജിച്ച് കർഷകർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 10 ലക്ഷത്തിലധികം കർഷകരെയും 3 ലക്ഷത്തോളം തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച വിവിധ റിപ്പോർട്ടുകളിൽ 334 സ്ക്വയർ മൈൽസ് ഏരിയ CHRന്റെ വിസ്തീർണമുണ്ടെന്നും 15,720 ഏക്കർ വനഭൂമി ഉണ്ടെന്ന നോട്ടിഫിക്കേഷനാണ് ശരിയെന്ന് വ്യക്തമാക്കുകയും ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി വെളിപ്പെടുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി ഷൈൻ വർഗീസ് പറഞ്ഞു. പഴയ തിരുവിതാംകൂർ സംസ്ഥാന ആ കാലഘട്ടത്തിൽ റിസർവ് വനം നോട്ടിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സർവേ ആരംഭിക്കേണ്ടത് എപ്രകാരമാണെന്ന് തന്നെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് റൂൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറേ മൂലഭാഗത്തു നിന്നും സർവേ ആരംഭിക്കണമെന്ന്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം മുതിരപ്പുഴയാറും പെരിയാറും ചേരുന്ന ഭാഗമാണ് ഈ 15,720 ഏക്കറിൻ്റെ വടക്ക് പടിഞ്ഞാറേ അതിർത്തി എന്ന് പറയുന്നത്. ആ വടക്ക് പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്നും സർവേ നടത്തി അവിടെ നിന്നും നേരെ പെരിയാർ നദിയിലൂടെ നേരെ വന്ന് പൊന്മുടി അതുപോലെ കോട്ടമല ഈ ഭാഗത്തേക്കാണ് അതിനകത്ത് ആ ബൗണ്ടറി പറയുന്നത്. ഈ ബൗണ്ടറിക്കുള്ളിൽ നിലവിൽ ഇപ്പോൾ വനഭൂമി വനം വകുപ്പിൻ്റെ കയ്യിൽ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കയ്യിൽ വനഭൂമി നിലവിലുണ്ട്. ആ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ടാണ് CHRനകത്താണ് 15,720 ഏക്കർ സ്ഥലം റിസർവ് വനമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഇതിനെതിരായിട്ടാണ് വണ്ടമേട് ഗാർഡ് ഓഫ് ഗ്രവേഴ്സ് അസോസിയേഷൻ ശക്തമായ നിയമ നടപടികൾ സുപ്രീം കോടതിയിൽ നടത്തുന്നത്. ഈ CHR ഏരിയയിൽ നിബിഡമായ വനം ഇപ്പോഴും ഉണ്ട് എന്നാണ് കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ അമിക്കസ് ക്യൂറിയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴും നിരീക്ഷണങ്ങൾ നടത്തുമ്പോഴും കോടതി പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആയിരക്കണക്കിന് കർഷകർ അവിടെ അധിവസിക്കുന്നതായിട്ടാണ് അറിയുന്നത്, അവർക്ക് പട്ടയം കൊടുത്തിട്ടുള്ളതായിട്ടും അറിയുന്നു. അവർക്ക് ഇഞ്ചുറി ഉണ്ടാകരുത് എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുമ്പോഴും ഒരു വ്യക്തത വരുത്താത്ത രീതിയിലാണ് നിലവിലെ സമീപനം, കോടതിയുടെ മുമ്പിലുള്ള സമീപനം. ഇപ്പോൾ നിലവിൽ നിബിഡ വനം CHR മേഖലയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കോടതിയിലെ വിചാരണ വേളയിൽ അമിക്കസ് ക്യൂറിയും മറ്റും കോടതിയെ ധരിപ്പിച്ചു. അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ CHR മേഖലയിലുള്ള മുഴുവൻ ടൗൺഷിപ്പിൻ്റെയും അതുപോലെ ആരാധനാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയവയുടെ എല്ലാം ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 100 ചില്ലാനും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് അടുത്ത വിചാരണയ്ക്ക് മുമ്പ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഞങ്ങളത് ഹാജരാക്കും. ഈ ഭാഗത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 6 ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്, ഇപ്പോൾ വനഭൂമിയാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ സുപ്രീം കോടതിയെ ഞങ്ങളത് ബോധ്യപ്പെടുത്തും. കുത്തകപ്പാട്ടം നിലവിൽ പുതുക്കി നൽകാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ടാണോ എന്ന് സംശയിക്കുന്നതായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചിത്ര കൃഷ്ണൻകുട്ടി പറഞ്ഞു. നമ്മളെ കുത്തകപ്പാട്ടം ഇപ്പോൾ പുതുക്കി കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ CR ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഇതെല്ലാം ഈ സുപ്രീം കോടതി കേസ് വെച്ചിട്ട് ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. CHR വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നാണ് കാർഡമം ഗ്രൂവേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. സർക്കാർ സംവിധാനത്തിൽ കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ് ബോർഡ് സ്ഥാപിച്ചതിൽ നിന്നുള്ള സൂചനയെന്ന MP ഡീൻ കുര്യാക്കോസ്. സർക്കാർ നിലപാടിനെതിരെ UDF സമരം ആരംഭിച്ചപ്പോൾ അതിന്റെ ജാള്യത മറയ്ക്കാനാണ് LDF അനാവശ്യ ചില വാദങ്ങൾ ഉയർത്തുന്നത്. കുടിയിറക്കില്ലെന്ന് പറയുന്ന LDF നേതൃത്വം ഇവിടെ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിന് മറുപടി പറയണം. LDF ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളിക്കുകയാണെന്നും കല്യാണത്തണ്ട് സന്ദർശിച്ച ശേഷം MP മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലോ, ഇതിനകത്ത് നിയമപരമായി ഇവിടെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെ LDF പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സർക്കാർ സംവിധാനത്തിൽ 43 കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരാരംഭിച്ചു. അതിൻ്റെ സൂചനയാണ് ബോർഡ് സ്ഥാപിച്ചത്. അപ്പോൾ അത് UDF അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളതിനെതിരെ സമരം തുടങ്ങി. അപ്പോൾ ആ ജാള്യത മറിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കണ്ടാൽ മതി. എടുത്തു മാറ്റി ബോർഡ് വീണ്ടും കൊണ്ടുവന്ന് വെച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ആളുകളെ കുടി ഒഴിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇതേ നേതാക്കന്മാർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. വീണ്ടും അവിടെ ബോർഡ് സ്ഥാപിച്ചു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ലക്ഷ്യം? അപ്പോൾ അത് ഈ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ. ഈ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പൊതുയോഗം നടത്തി തിരിച്ചു പോയ നേതാക്കന്മാർ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിനെ കുറിച്ച് മറുപടി പറയണം. അപ്പം 28-ാം തീയതി മന്ത്രിതല യോഗം ചേരുമെന്ന് പറഞ്ഞു. കൂടിയതായിട്ട് ഇവിടെ അറിവില്ല. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു
ഒളിച്ചുകളി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നതിൽ രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രൊമോട്ടർമാർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തിനാണ് നടത്തുന്നത് സംബന്ധിച്ച് നല്ല ഒരു ബോധ്യം നമുക്കുണ്ടാവണമെന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്. നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ പുരോഗതി കൈവന്നോ എന്ന് ചോദിച്ചാൽ കൈവന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികളെല്ലാം നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം. എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. കഴിഞ്ഞ ദിവസം 28-ാം തീയതി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ 161ാമത് ഓർമ്മ പുതുക്കിയ ദിവസമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആൾക്കാരുടെ പുരോഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് വളരെ നേരത്തെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരെയും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വിട്ടേ മതിയാവും. സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തെരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം. കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പ് കൃഷിയും ചെയ്തുവരുന്ന മറയൂരിലെ 150ഓളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി SCA TSS ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. പട്ടികവർഗ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലെ കരിമ്പ് കൃഷിക്ക് മതിയായ വില ലഭ്യമാക്കുകയും അതോടൊപ്പം ശർക്കര നിർമ്മാണത്തിന് ലാഭം പൂർണ്ണമായും പട്ടികവർഗ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകൊമ്പ് കോളനിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. പരിപാടിയിൽ അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷനായിരുന്നു. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD ഡോക്ടർ ബിനോയ് G. കാറ്റാടിയിൽ, ITDB പ്രോജക്ട് ഓഫീസർ അനിൽകുമാർ G, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊന്നത്തടിയിലെ ഏലക്ക തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊന്നത്തടി, വെള്ളത്തൂവൽ, അടിമാലി, രാജാക്കാട് പഞ്ചായത്തുകളിലെ ഏലം കർഷകരിൽ നിന്നും അവധി വ്യാപാരത്തിന്റെ മറവിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ കോടികൾ തട്ടിയെടുത്തതായാണ് കർഷകരുടെ പരാതി. എൻഗ്രീൻ ഇന്റർനാഷണൽ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത കർഷകരുടെ പക്കൽ നിന്നും 500 മുതൽ 1000 രൂപ വരെ അധിക വിലയ്ക്ക് ഏലക്ക വാങ്ങിയാണ് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തുടക്ക സമയത്ത് മുഴുവൻ തുകയും നൽകി കർഷകരുടെ വിശ്വാസം ആർജിച്ച ശേഷമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. വിവിധ പഞ്ചായത്തുകളിലെ 200-ലധികം കർഷകരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഏലക്ക കൊടുത്തതിന്റെ പേരിൽ എൻഗ്രീൻ ഉടമ മുഹമ്മദ് നസീർ അമ്പാടം എന്ന കമ്പനി ഉടമയുടെ പേരിൽ 18.5 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് വാത്തിക്കുടി സ്വദേശിനി നൽകിയ പരാതിയിൽ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കൃഷിക്കാരുടെ സംഭരിച്ച ഏലക്കായ്ക്ക് കഴിഞ്ഞ മെയ് മാസം വരെയുള്ള വില കൃത്യമായി നൽകുകയും ജൂൺ മുതൽ ഇങ്ങോട്ട് നാളിതുവരെ ഒരു പൈസ പോലും ആർക്ക് കൊടുക്കാതെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 70 കോടി രൂപയുടെ തട്ടിപ്പ് ഈ ഏലക്ക കച്ചവടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ അടിമാലി പോലീസ് സ്റ്റേഷനിൽ 25 കൃഷിക്കാർ ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിനും ആ ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ
ഈ തട്ടിപ്പ് നടത്തിയ ആളെയും അദ്ദേഹത്തിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പണം കൃഷിക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടി നമ്മൾ പ്രാഥമികമായി ആവശ്യപ്പെടുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ കൊന്നത്തടിയിലെ യുവ കർഷകൻ 10 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തട്ടിപ്പിനിരയായ 25 പേർ അടിമാലി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. 5 പേർ വെള്ളത്തൂവൽ സ്റ്റേഷനിലും പരാതി നൽകി. കൊന്നത്തടി സ്വദേശികളായ ചില പ്രമുഖ വ്യക്തികളെ ഇടനിലക്കാരാക്കിയാണ് ഇയാൾ കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും വൻതോതിൽ ഏലക്ക വാങ്ങിയത്. ഈ ഇടനിലക്കാർക്കെതിരെയും അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിർധനരായ കൃഷിക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്ക മാർക്കറ്റിലെ ഓപ്ഷനിലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഉള്ളതിനേക്കാൾ 500-നും 500,000 രൂപ വില അധികം കിട്ടുമ്പോൾ അവരത് കൊടുക്കാനായി തയ്യാറായി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാരണം അവർ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില കമ്പോളത്തിൽ കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഒന്ന് ആരംഭിക്കുന്നു. അത് ഒരു 1-2 റൗണ്ട് 3 റൗണ്ട് വരെ യാതൊരു കുഴപ്പവും കൂടാതെ ഈ പണം കൊടുക്കുന്നു കൃഷിക്കാർക്ക്. അത് യാതൊരു മുടക്കവും കൂടാതെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി മുതൽ ഇങ്ങോട്ട് ഈ പൈസയ്ക്ക് പെൻഡിങ് ഉണ്ടാവുക. കർഷകരിൽ നിന്നും ലഭിച്ച ഏലക്ക വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ മറവിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോയെന്നും അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസികളെ കൂടി അന്വേഷണം ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോർലി പത്താംകുളം, ബാബു കളപ്പുരയ്ക്കൽ, ബിജു വെളുത്തപ്പറമ്പ്, സാജൻ ഇല്ലിമൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി LDF അംഗങ്ങൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും പ്രതിപക്ഷം ആരോപിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഇറച്ചിക്കട 27 ലക്ഷത്തിന് 35 ലക്ഷം രൂപയ്ക്ക് 2 വർഷം ലേലം പോയിരുന്നത് പിറ്റത്തെ വർഷം 35 ലക്ഷം രൂപയ്ക്ക് പോയി. എന്നാൽ അത് വെറും 10 ലക്ഷമോ 12 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സെറ്റിൽമെന്റ് ചെയ്ത് ബാക്കി പൈസ ഇവർ മേടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ വർഷം അതുപോലെ അതായത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഫണ്ട് ലാപ്സായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റിന്റെ തന്നെ കാരണം കൊണ്ട് തന്നെയാണ് ഫണ്ട് അത്രയും പൈസ ലാപ്സായിട്ടുള്ളത്. വരും വർഷങ്ങളിലെല്ലാം നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനെ ആകെ അത് ബാധിക്കുകയാണ്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തനത് ഫണ്ട് വളരെയേറെ കണ്ടെത്താൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ ചേറ്റൂരി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, നെറ്റിത്തൂരി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളെല്ലാം നമുക്ക് പണി പൂർത്തീകരിച്ച് പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടിരിക്കുന്നതാണ്. വാടക കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പഞ്ചായത്തിന് കുറേയെല്ലാം വരുമാനം കിട്ടുന്നതാണ്. അതെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ഒരേ ഫണ്ട് വെച്ചുകൊണ്ട് വീണ്ടും ഒരേ ഫണ്ട് വെച്ച് പ്രസിഡന്റ് അഴിമതി നടത്തുന്നതിന് വേണ്ടി അത് അങ്ങനെ കൊടുക്കാതെ തന്നെ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചതുമൂലം പഞ്ചായത്തിന് 2 കോടി രൂപയോളം നഷ്ടമുണ്ടായി. 1 തൊട്ട് മുഴുവൻ കാര്യങ്ങൾക്കും ഒരു പഞ്ചായത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും കൈക്കൂലി ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആണെങ്കിൽ മാത്രം അവിടെ കാര്യം നമുക്കത് പോരാ. പഞ്ചായത്തിലെ എല്ലാ സാധാരണക്കാരായ ആളുകൾക്കും അവരാവശ്യപ്പെടുന്ന സേവനങ്ങൾ അവർ ലഭ്യമാക്കുന്ന രേഖകൾ ശരിയാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഭരണസമിതി തയ്യാറാണ്. പക്ഷെ അവരും കൂടെ ആ രീതിയിൽ തയ്യാറാകണം. അതിനാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. മാംസസ്റ്റാളിന്റെ ലേലത്തിലെ അഴിമതി കൂടാതെ LDF അധികാരത്തിലിരുന്നപ്പോൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സ്, നെറ്റിത്തുഴു, ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ വരുമാനം നഷ്ടമാക്കിയെന്നും LDF അംഗങ്ങൾ പറയുന്നു. ആൾക്കാർ 5-6 പ്രാവശ്യം പഞ്ചായത്തിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. ഒരു അപേക്ഷ കൊടുത്തിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് സെക്രട്ടറിയോട് ചോദിച്ച സെക്രട്ടറി പറയും ഫയൽ എൻ്റെ മേശപ്പുറത്ത് വന്നില്ല എന്ന് പറയും. ഒരു ദിവസം ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, താങ്കൾ ഫയൽ മേശപ്പുറത്ത് വരുമ്പോൾ ഒപ്പിടാൻ മാത്രം ഇരിക്കുന്ന ആളാണോ? അത് ആരുടെ ഡെസ്കിലാണ് ഈ ഫയൽ പെൻഡിങ്ങിലായിരിക്കുന്നത്? ഈ ജീവനക്കാരെ വിളിക്കുവാനും ഈ ഫയൽ നീക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല എന്ന് ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്തുവാനോ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാനോ പ്രസിഡന്റ് യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. വികസനത്തിൽ പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ LDF അംഗങ്ങളായ CB എബ്രഹാം, ജോസ് മാടപ്പള്ളിൽ, രാജീവ് സന്തോഷ് കുമാർ, ഫിലോമിന രാജു, സന്ധ്യ രാജ, N ശിവസ്വാമി, സെൽവി ശേഖർ, കറുപ്പുസ്വാമി,
സുരുളി എന്നിവർ പങ്കെടുത്തു. ചിന്നക്കനാലിൽ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ. മുറിവാലിന് ഗുരുതര പരിക്കേറ്റു. ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിലാണ് പരിക്ക് പറ്റിയത്. ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ ആരംഭിച്ചു. ഒരാഴ്ച മുൻപാണ് ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. പിൻഭാഗത്ത് ഗുരുതര മുറിവ് പറ്റിയ ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അവശനിലയിലായ കൊമ്പൻ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്നും 500 മീറ്റർ അകലെ വനമേഖലയിൽ വീഴുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ചക്കക്കൊമ്പനുമായിട്ട് ഇൻഫൈറ്റിങ് ഉണ്ടാകുകയും യൂഷ്വലി ഫൈറ്റിംഗ് ഉണ്ടാകാറാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ നിരീക്ഷണത്തിനായിട്ട് വാച്ചർമാരെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു വീക്ക്നെസ് കണ്ടു. നമുക്ക് സ്പെഷ്യൽ മോണിറ്ററിങ് കൊടുത്തിട്ട് ഇന്നലെയോടുകൂടി ആനുവലി വീക്കായതിനെ തുടർന്ന് നമ്മൾ തേക്കടി AFO ദിവസം നിർദ്ദേശാരണ വിവരം അറിയിക്കുകയും തുറന്ന സ്ഥലത്ത് അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിർദ്ദേശാനുസരണം നമ്മൾ ട്രീറ്റ്മെൻറ്റിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വനംവകുപ്പ് വെറ്റിനറി സംഘം മുറിവാലിന് പ്രാഥമിക ശുശ്രൂഷ നൽകി. പഴുപ്പ് കുറയുന്നതിന് ആന്റിബയോട്ടിക്കും നൽകിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൊടുത്തു. നോർമലി നമ്മൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും കൊടുത്തു. പക്ഷെ ഇനിയിപ്പോൾ അനിമൽ തന്നെ ഒന്ന് എണീറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും ഭാരമുള്ള നല്ല വലിപ്പമുള്ള അനിമലാണ്. നമ്മളെ കൊണ്ട് പിടിച്ചാൽ എണീച്ച് നിൽക്കാനും പാടായിരിക്കും. നമ്മൾ നോക്കി കമ്പോച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പാടാണ്. ഈ സ്ഥലവും ഈ ചരിവും ഇതെല്ലാം പാടാണ്. നോക്കാം, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മുറിവുണ്ട്, മുറിവിൽ നിന്ന് പഴുപ്പുണ്ട്. നല്ല ബാക്ക് സൈഡിലെല്ലാം നല്ല കുത്ത്, നല്ല ഫൈറ്റ് നടന്നതിൻ്റെ ദേഹത്ത് എല്ലാം മുറിവുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പഴുപ്പ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മളെന്തായാലും ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കിട്ടിയാലേ നമുക്ക് മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കൊമ്പ് കൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് ഒറ്റയാൻ അവശനിലയിലാകാൻ ഇടയാക്കിയത്. ആന തനിയെ എഴുന്നേറ്റ് നിന്ന ശേഷം മാത്രമേ തുടർ ചികിത്സ നൽകാനാവൂ. വനംവകുപ്പ് സംഘം നിരീക്ഷണം തുടരും. ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണെങ്കിലും ഗുരുതര പരിക്കേൽക്കുന്നത് ആദ്യമാണ്. കാന്തല്ലൂരിൽ കാട്ടാന ശല്യം തുടരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പെരുമല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് തകർത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ കാന്തല്ലൂർ മേഖലയിൽ സൂര്യവിഹാരം നടത്തി നാശനഷ്ടങ്ങൾ വരുത്തുന്നത് തുടരുകയാണ്. ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല. ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. പകൽ സമയത്ത് പ്രദേശത്തെ യൂക്കാലി തോട്ടങ്ങളിലേക്ക് പിൻവാങ്ങുന്ന കാട്ടാനകൾ നേരം ഇരുളുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഇത് ആശങ്കയും ഭീതിയും വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. കാട്ടാനയുടെ ശല്യം ഈ മേഖലയിൽ അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഈ പകൽ സമയത്തും സ്കൂളിലെ ചുറ്റിലുമുള്ള കാടുകളിൽ ഇവിടെ നിൽക്കാറുണ്ട്. അത് മാത്രമല്ല, രാത്രിയിൽ 6 മണി ആയിക്കഴിഞ്ഞാൽ സ്കൂൾ കേട്ടും കോമ്പൗണ്ട് ചുവരൊക്കെ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരിക. അപ്പോൾ അകത്തേക്ക് രാത്രിയിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പകൽ സമയത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയല്ല, ഒരുപാട് ദിവസങ്ങളായി ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു തക്കതായിട്ടുള്ള ഉടനടി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ജീവനും ഭീഷണിയാണെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊമ്പനാനകളും ഒരു കുട്ടിയാനയും ഉൾപ്പെടുന്ന സംഘമാണ് സ്കൂൾ പരിസരത്ത് നാശം വരുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിസോർട്ടിന്റെ ഗേറ്റും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൗണിൽ ഇറങ്ങിയ കാട്ടാനകൾ ഭീതി പരത്തി. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന ആനകൾ കൃഷിനാശവും വരുത്തുന്നുണ്ട്. കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ ഭയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര. കാട്ടാനശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് MP ഡീൻ കുര്യാക്കോസ്. കാത്ത് ലാബിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി ഇനി എത്ര തുക വേണമെന്ന കാര്യം മനസ്സിലാക്കി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തുമെന്ന് MP വ്യക്തമാക്കി. താലൂക്ക് ആശുപത്രിക്കായി നിവർത്തിച്ച കാത്ത് ലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കെയാണ് വിഷയത്തിൽ MPയുടെ പ്രതികരണം. ദിവസവും 100 കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടായിരുന്നു മുമ്പ് കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം വന്നത്.
എന്നാൽ അടുത്തിടെ താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം പരന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതികരണം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ളത്. അടിമാലിയിൽ ഈ കാത്ത് ലാബ് അനുവദിക്കുകയും അതിനുവേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെന്റ് 6 കോടി രൂപ പണം വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ DMOയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് MP എന്നുള്ള നിലയിൽ എന്നോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കാത്ത് ലാബ് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും MP എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. ഇപ്പോൾ MP ഫണ്ടിൽ നിന്നും ഫണ്ട് എത്രത്തോളം നമുക്ക് പൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് DMOയുമായി സംസാരിച്ചു കൂടി അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങിക്കഴിഞ്ഞു. കാത്ത് ലാബ് അടക്കം ആശുപത്രിയിൽ യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ ആളുകൾക്കത് കൂടുതൽ സഹായകരമാകും. കാഞ്ചാർ അഞ്ചുരുളി ആദിവാസി സങ്കേതത്തിലേക്കുള്ള പാത ഗതാഗത യോഗ്യമാക്കാൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവിന് നിവേദനം നൽകി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. മേഖലയിലെ 50 കുടികളിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഏക പട്ടികവർഗ സങ്കേതമായ അഞ്ചുരുളി സെറ്റിൽമെന്റിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട്. ജില്ലയിലെ പാതകളെല്ലാം ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലും ചെളിക്കുണ്ടിലൂടെ മാത്രമായിരുന്നു മേഖലയിലെ 100 കണക്കിന് ആളുകളുടെ യാത്ര. 50 ആദിവാസി കുടികളാണ് ഇവിടെയുള്ളത്. ഇതിൽ 200-ലധികം ആളുകളും താമസിക്കുന്നു. വർഷങ്ങളായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ളത് ഈ മൺവഴി മാത്രമാണ്. മഴ പെയ്യുന്നതോടെ ഈ വഴികളിലൂടെയുള്ള യാത്ര ഏറെ ക്ലേശകരമാകും. യാത്രാക്ലേശം രൂക്ഷമായ ഏതാനും ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തിരുന്നു. എന്നാൽ 7 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പാതയിൽ ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റ് ഒഴിച്ചാൽ ബാക്കിയുള്ളവ തീർത്തും യാത്രായോഗ്യമല്ല. ഏകദേശം 6 മാസം മുമ്പ് 1.5 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി എസ്റ്റിമേറ്റ് അടക്കം പട്ടികവർഗ ഡയറക്ടറേറ്റ് ഓഫീസിൽ നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി യാതൊരുവിധ തുടർ നടപടിയോ അറിയിപ്പുകളോ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കക്കാട്ടുകട അഞ്ചുരുളി കോളനി റോഡിൽ ഭാസിക്കാട് മുതൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് വരെ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവിന് നിവേദനം നൽകിയതെന്ന് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. യാത്രാ ദുരിതം അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ആ കോളനി രൂപീകരണ കാലം മുതൽ അവിടെ യാത്രാ ദുരിതം അനുഭവപ്പെടുകയാണ്. അത് 100 കോടി പദ്ധതി ഉൾപ്പെടുത്തി ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് പുറലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക റോഡ് തന്നെയാണ്. അത് പല കാരണങ്ങളാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ചെറിയ ചെറിയ സ്കീമുകൾ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി മന്ത്രിയെ കാണുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ജില്ലാ അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കേളു മിനിസ്റ്റർ എത്തുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ചെന്ന് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ഇത് അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നും കോളനികളിലേക്കുള്ള റോഡുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും കൃത്യസമയത്ത് തന്നെ നമുക്ക് അവിടെ ചെന്ന് മന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് സാധിച്ചു. അതുപോലെ തന്നെ ഇന്നും തീർച്ചയായിട്ടും അവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇത് വളരെ സാധാരണമാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ജില്ലയിലെത്തിയപ്പോഴാണ് നിവേദനം നൽകിയത്. വനാവകാശമടക്കമുണ്ടെങ്കിലും ഗതാഗത സംവിധാനങ്ങളുടെ അഭാവം മേഖലയിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. പലപ്പോഴും രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ 7 കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. ആംബുലൻസുകളോ മറ്റു വാഹനങ്ങളോ ഇവിടേക്ക് കടന്നുവരാനും ഏറെ ബുദ്ധിമുട്ടുണ്ട്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ ഈ പാതയിൽ തന്നെ മരണമടക്കം സംഭവിക്കുകയും ചെയ്തു. അതോടൊപ്പം റോഡിന്റെ ശോച്യാവസ്ഥ മൂലം മേഖലയിലെ നിരവധി കുട്ടികൾ പഠനം പോലും നിർത്തി. മന്ത്രിക്കടക്കം നിവേദനം നൽകിയ സാഹചര്യത്തിൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് റോഡിന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും മേഖലയിലെ കുടുംബങ്ങളും. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും റയാൻ സൗണ്ട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാടിന് കൈത്താങ്ങായി കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും റയാൻ സൗണ്ട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചത്. ഉപ്പുതറ ടൗണിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ റയാൻ സൗണ്ട്സിലെ ഗോപിച്ചേട്ടൻ കുറച്ച് നാളുകളായിട്ട് ഇതിപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ തെന്നിന്ത്യൻ സുപ്രധാനമായിരിക്കുന്ന ഗാനങ്ങളിൽ കൂടെ നമുക്ക് ശ്രദ്ധേയനായ നമ്മുടെ തേനിമുത്തു നയിക്കുന്ന
അതുപോലെ ഷിജു ദാമോദരൻ നയിക്കുന്ന ഗാനമേളയാണ് നമ്മുടെ ഉപ്പുതറയിൽ നടക്കുന്നത്. ഈ ഗാനമേള ശ്രദ്ധിക്കുന്ന വഴി നമുക്ക് നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ് നമ്മൾ. കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ് എന്നീ ഷോകളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ തേനിമുത്തുവും സംഘവുമാണ് ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി കെ ശ്രീകുമാർ, അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ, എം.എൻ. സന്തോഷ്, റയാൻ സൗണ്ട് ഉടമ ആർ. ഗോപി, ഷിജി ദാമോദരൻ, ഡയാന ജോണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ബിലീവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടന്നു. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്സ്പ്ലോറിക്ക 2K24 എന്ന പേരിലാണ് മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ സ്കൂൾ മാനേജർ അനിൽ സി മാത്യു അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ വെച്ച് നടന്ന കലാകായിക മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പ്രിൻസിപ്പൽ KJ തോമസ് വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ഡാലി ജോസ്, അധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൂട്ടുകാർ കളിച്ചുല്ലസിക്കുമ്പോൾ ബിസിനസിന്റെ തിരക്കിലാണ് ഇടുക്കിക്കാരനായ അബ്രാർ ബിൻ സലീം. ഈ കൗമാരക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഉപഭോക്താക്കളുണ്ട്. +2 പഠനത്തിന്റെ തിരക്കിനിടയിലാണ് അബ്രാർ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത്. നെടുങ്കണ്ടം മുണ്ടീരുമ സ്വദേശിയായ പള്ളിത്തടത്തിൽ അബ്രാർ ബിൻ സലീം ചെറുപ്പം മുതൽ കമ്പ്യൂട്ടറിൽ വലിയ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. കോവിഡ് കാലമാണ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടയാക്കിയത്. ഇക്കാലയളവിൽ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഹാർഡ്വെയർ പഠനം ആരംഭിച്ചു. തുടർന്ന് ഓൺലൈൻ സഹായത്തോടെ വെബ് ഡിസൈനിങ്ങിൽ വൈദഗ്ധ്യം നേടി. തുടർന്ന് 1.5 വർഷം മുൻപ് അബ്രാർ ഫ്യൂച്ചർ ടെക് എന്ന പേരിൽ കമ്പനി ആരംഭിക്കുകയായിരുന്നുവെന്ന് അബ്രാർ പറയുന്നു. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ IT മേഖലയിൽ ഒരു ഇൻട്രസ്റ്റോടുകൂടി ചെറുപ്പം മുതൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശീലിച്ചു വന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സഹാറ ഇൻഫോടെക് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് കൊറോണ സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാനും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. ആ സമയത്താണ് എനിക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും വെബ്സൈറ്റ് ഡെവലപ്മെന്റിനോടൊരു പ്രത്യേകതരം താല്പര്യം തോന്നുകയും ആ താല്പര്യത്തിന് പിന്നാലെ പോയി രഞ്ജിത്ത് ഏട്ടായി, സഹാറയിലെ സ്റ്റാഫാണ്, ആളെനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞു തന്നു. W3 സ്കൂൾസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണിച്ചു തന്നു. ഞാൻ ആ W3 സ്കൂൾസും യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും എനിക്ക് പഠിക്കാനും അത് നമുക്ക് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനും സാധിച്ചു. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്, അതായത് 2023 എനിക്ക് ആദ്യത്തെ ക്ലയൻറ്റുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവരുടെ വർക്ക് എടുക്കാനും സാധിച്ചു. ആ വർക്കിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് ക്ലയൻറ്റുകളുമായിട്ട് സംസാരിക്കാനും അസൈൻ ചെയ്യാനും പിന്നീട് ഇന്റർനാഷണൽ ലെവലിലോട്ട് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ കൊണ്ടുവരാനും അബ്രാർ ഫ്യൂച്ചർ ടെക്കിന്റെ ഗ്രോത്തിനെ കൊണ്ടുവരാനും സാധിച്ചു. ഇന്ന് നമുക്ക് UK, USA, കാനഡ, അതുപോലെ UAE ഈ 4 രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറമെ ഈ 4 രാജ്യങ്ങളിൽ നമുക്ക് ക്ലയൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും വെബ്സൈറ്റ് ഡെവലപ്മെന്റും, അതുകൂടാതെ ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെയുള്ള അക്കൗണ്ടിംഗ് സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്തു വരുന്നു. വെബ്സൈറ്റ് ഡിസൈനിങ്ങും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ സേവനവുമാണ് അബ്രാർ ടെക് പ്രധാനമായും നൽകി വരുന്നത്. സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം ഫ്രീലാൻസേഴ്സിനും ജോലി നൽകുന്നുണ്ട്. ഇടുക്കിയിലെ വിവിധ സ്ഥാപനങ്ങൾ അബ്രാർ ടെക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. വണ്ടൻമേട് MES സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ താൻ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് പഠനത്തിൽ ഇടവേള കണ്ടെത്തി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതെന്നും അബ്രാർ പറഞ്ഞു. +2 ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമുകൾ മിക്കവാറും സ്കൂളിന് ശേഷം മീറ്റിങ്ങുകൾക്കും മറ്റുമായിട്ട് മാറ്റിവെക്കാറുണ്ട്. നൈറ്റ് ടൈംസിൽ ഇന്റർനാഷണൽ മീറ്റിങ്ങുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ ശനി ഞായർ ദിവസങ്ങൾ, അവധി ദിവസങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിങ്, അതുപോലെ മറ്റ് ക്ലയൻറ്റുകളുടെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ തൊട്ടടുത്ത് നമുക്ക് കട്ടപ്പനയിലാണ് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ളത്. അപ്പോൾ കട്ടപ്പന പോലുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി മീറ്റ് ചെയ്യേണ്ടവരെ മീറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും. 1.5 വർഷത്തിനുള്ളിൽ മികച്ച വളർച്ച കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചു. ഇതോടൊപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളിലും ഈ കൗമാരക്കാരൻ പങ്കാളിയായിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി,
കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 89, വിൽപ്പനയ്ക്ക് വന്നത് 21,207, വിൽപ്പന നടന്നത് 20,712, കൂടിയ വില 2,626, ശരാശരി വില 2,311. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,695 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CHRുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കേസ് പരാജയപ്പെട്ടാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കുണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ് ബോർഡ് സ്ഥാപിച്ചതിൽ നിന്നുള്ള സൂചനയെന്നും MP. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യ കിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ മന്ത്രി OR കേളു നിർവഹിച്ചു. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന മന്ത്രി. കൊന്നത്തടിയിലെ ഏലക്ക തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. കർഷകരുടെ പരാതി. കൊന്നത്തടി വെള്ളത്തൂവൽ അടിമാലി രാജാക്കാട് പഞ്ചായത്തുകളിലെ ഏലം കർഷകരിൽ നിന്നും അവധി വ്യാപാരത്തിന്റെ മറവിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ കോടികൾ തട്ടിയെടുത്തതായി. മണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി LDF അംഗങ്ങൾ. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഭരണസമിതിക്ക് വലിയ വീഴ്ചയുണ്ടായതായും ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.